ശരത്, നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ നിലനിൽക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിലുമാണ്. ആ ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഒരു സർക്കാരിന് നാട്ടിലൊരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിഷ്കരണം നടത്തണമെങ്കിൽ മദ്രസയിലോ പള്ളിയിലോ അമ്പലത്തിലോ പോയി തിരക്കേണ്ട ആവശ്യമില്ല. അതിൽ വിദഗ്ധരുടെ അഭിപ്രായം മാത്രം മതിയാകും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സൂംബ എന്ന് പറയുന്ന ലഹരി വിരുദ്ധ പരിപാടികളിലൊന്ന് സ്കൂളുകളിൽ നടത്താം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിടത്ത് ചില മതപൗരോഹിത്യത്തിന് കുരുപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വിവാദങ്ങളൊക്കെ ഒടുങ്ങും പെട്ടെന്ന്. കാര്യം സാംസ്കാരിക കേരളം ഒന്നാകെ സൂംബയെ അനുകൂലിക്കുന്നു. ഇതിലൊരു മാത്രമല്ല CPM വളരെ അടിയുറച്ച നിലപാട് വിഷയത്തിലെടുക്കുന്നു. മത നേതാക്കളോ സംഘടനകളോ സർക്കാരിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം തീരുമാനമെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ പേരിൽ വിസ്ഡവും പറയുന്നത് മുഴുവൻ പുലഭ്യവുമായിട്ടുള്ള ഒരു സംഘടന സൂംബയ്ക്കെതിരെ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഇതൊരു സാംസ്കാരിക അടിച്ചേൽപ്പിക്കലാണ്. ഇത് ആണും പെണ്ണും അല്പവസ്ത്രധാരികളായ കുട്ടികൾ നടത്തുന്ന ഏഭ്യത്തരമാണ്, ആഭാസമാണെന്നുള്ളതാണ്. അപ്പം സൂംബയെക്കുറിച്ചൊരു ധൈഷണിക സമ്മേളനം ജൂലൈ 2-ാം തീയതി ഇന്ന് നടത്താൻ പോകുന്നു എന്നൊരു വാർത്ത കൂടി കേൾക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഈ സംഘടന ഇങ്ങനെ അഹോരാത്രം കിടന്ന് ബുദ്ധിമുട്ടുന്നത്? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, സൂംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് ഫോമാണ്. ആ ഫിറ്റ്നസ് ഫോമാറ്റിൽ കുട്ടികൾ, ഞാൻ പറയുന്നത് ലഹരി വിരുദ്ധ പ്രോഗ്രാമുകളിൽ ഒന്ന് മാത്രമാണ്. ഒരുപാട് പദ്ധതികൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു മാസം മുൻപ് മുഖ്യമന്ത്രി നടത്തിയൊരു ദീർഘമായ അഭിമുഖത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ തീരുമാനമെടുക്കുന്നത് പല കാലങ്ങളിൽ ആലോചിച്ചു കണ്ടെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. പക്ഷേ അഭിപ്രായം പറയുന്നതിനപ്പുറമായി അതിൽ മതതിട്ടൂരങ്ങൾ ഇറക്കാനായിട്ട് പാടില്ല. ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് നോക്കുക. അത് ആണും പെണ്ണുമാണ് ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, താലിബാനി മസ്തിഷ്കമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കണ്ടാൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ രണ്ട് ലൈംഗിക ജീവികൾ മാത്രമാണ്, അവർ തമ്മിൽ മറ്റൊരു ബന്ധവും പാടില്ല എന്ന് വിചാരിക്കും. ഇപ്പം നമുക്കറിയാം, താലിബാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുരുഷന്മാർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉടമസ്ഥരാണ്. അത് സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് അവളൊരു പ്രൊഡക്റ്റായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതേ രീതികൾ തന്നെ ഇവിടെ വരണം. പിന്നെ അല്പവസ്ത്രധാരണ വന്നത്, യൂണിഫോമിലാണ് ഞാൻ കണ്ട എല്ലാ കുട്ടികളും സ്കൂളുകളിൽ സുംബ കളിക്കുന്നത്. എൻ്റെ സഹോദരിയുടെ കുട്ടിയുമൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് വൈകുന്നേരത്തെ സുംബ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ട്, അവർ ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ ഇതൊരു സാംസ്കാരിക അടിച്ചേൽപ്പിക്കലാണ്. അടിച്ചേൽപ്പിക്കൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി ഇതൊന്നുമല്ല. അടിച്ചേൽപ്പിക്കലാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ചേലാകർമ്മം നടത്തുന്നത് അടിച്ചേൽപ്പിക്കലല്ല. അവരോട് ചെറിയ മക്കളോട് ചോദിച്ചിട്ടാണ് ചേലാകർമ്മം നടത്തുന്നത്, അല്ല അവരുടെ വിത്തൗട്ട് ദെയർ പെർമിഷനാണ് നടത്തുന്നത്. ഇപ്പോൾ മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോട്ടെ, അതും അടിച്ചേൽപ്പിക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ നടത്തുന്ന അടിച്ചേൽപ്പിക്കലൊക്കെ നല്ലതും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ മോശവുമാകുക, അതിനെതിരെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. സാംസ്കാരിക തലത്തിൽ ഒറ്റപ്പെടുമെന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെ ഇവർ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സർക്കാർ ഇവിടെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും പിണറായി വിജയൻ എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി ഇതിനകത്ത് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വി ശിവൻകുട്ടി അടക്കം പറഞ്ഞത് ഇതിനകത്ത് മാറ്റാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അവർ സംവാദമൊക്കെ നടത്താൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ സംവാദം വരുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം. അതൊരു തുറന്ന സദസ്സാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക, അതിനകത്ത് ചർച്ച ചെയ്യുക, വിവിധ തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരിക. അല്ലാണ്ട് ഒരു വിഭാഗത്തിന്റെ മാത്രം ഇപ്പോൾ ദൈക്ഷണിക സംഭാഷണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അവരുടെ ഭാഗങ്ങൾ മാത്രം കേട്ട് കാര്യമില്ല. സൂംബ വേണമോ വേണ്ടയോ, അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കും, അതുപോലെ തന്നെ ആ രീതിയിൽ ഒരു തുറന്ന സംവാദമാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ അതിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പൊതുജനത്തിന് ബോധ്യം വരികയുള്ളൂ. അല്ലാതെ അവരുടെ ഭാഗം മാത്രം കേട്ട് കാര്യമില്ല. നമ്മൾ അതിനു മുൻപ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂംബ കൊണ്ട് എന്താണ് ഗുണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. കുട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് കുട്ടികളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്ന് മനസ്സിലാക്കുക, ഒരു വിദ്യാർത്ഥിയുടെ ഒരു ജീവിതം നോക്കുക. രാവിലെ ചിലപ്പോൾ അതിരാവിലെ ആയിരിക്കും എഴുന്നേൽക്കുന്നത്, 7 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്. ആ കുട്ടി പഠിച്ചതിന് ശേഷം സ്കൂളിൽ പോയിട്ട് അവിടെ എല്ലാ നേരത്തെ പറഞ്ഞ ഇത്രയും വിഷയങ്ങളൊക്കെ പഠിച്ച്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയക്രമം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം വീണ്ടും വന്നാലോ വീണ്ടും ട്യൂഷനുണ്ട്. ട്യൂഷനും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 2-3 മണിക്കൂർ എക്സ്ട്രാ കിട്ടുമായിരിക്കും. അതിനുശേഷം വീണ്ടും ഉറക്കം, അത് തന്നെ റിപ്പീറ്റ് വരുന്നു. ശനിയാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ
അങ്ങനെ മൊത്തത്തിൽ പിന്നെ ശനിയും ഞായറും ട്യൂഷൻ ഉള്ളവരുണ്ട്, പിന്നെ അല്ലാതെ എന്തെങ്കിലും അല്ലാതെ ഇപ്പം ഡ്രോയിങ്ങോ അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ കുട്ടികളെ സംബന്ധിച്ച് അവർ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആകെ കിട്ടുന്ന ഒരു ആശ്വാസം സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറായിരിക്കും. അപ്പോൾ സൂംബ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണം ഒരു ഇതാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ അല്ലാതെ ഒരു വ്യായാമം ചെയ്താലോ നമ്മൾ ശരീരം കൊണ്ട് മാത്രമേ ഇതുള്ളൂ, പക്ഷെ മനസ്സുകൊണ്ട് കൂടെ കുറച്ചുകൂടി ഇത് ഉന്മാദാവസ്ഥയിൽ എത്തണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഈ ശാസ്ത്രീയമായ പഠനം തെളിയിച്ചനുസരിച്ച് സൂംബ ചെയ്തതിലൂടെ ഏകദേശം എൻഡോർഫിൻ എന്ന് പറയുന്നൊരു സന്തോഷം നൽകുന്ന ഒരു ഹോർമോൺ ഉത്തേജിപ്പിക്കുക ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1 മണിക്കൂർ സൂംബ കളിച്ചാൽ ഏതാണ്ട് ഒരു 300 മുതൽ 500 കലോറി വരെ എരിച്ചു കളയുമെന്ന ഒരു പഠനം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പീരീഡിന്റെ ഒരു സമയം മാത്രമേ, ഒരു പീരീഡും ഇല്ല എന്ന് തോന്നുന്നു, അവിടെ നൽകുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. നമുക്കറിയാം ഇറാന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനെ പിൻപറ്റിയാണ് നമ്മുടെ മതമൗലികവാദികൾ ഇതിനെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്, ഇതത് വേണ്ട എന്ന് കൃത്യമായിട്ട് പറയാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ശരിതെറ്റുകൾ അളക്കേണ്ടത്. ഇവർ പറയുന്നത് എന്താണ്, ശാസ്ത്രീയമായുള്ള ഇതെന്താണ്, നമ്മൾ പഠനങ്ങൾ എന്താണ് തെളിയിച്ചിട്ടുള്ളത്, കുട്ടികൾക്ക് ഇത് എത്രമാത്രം ഉപയോഗപ്രദമാകും, ലഹരിയിൽ നിന്ന് അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയിൽ നിന്നൊക്കെ എത്രത്തിൽ ഇവരെ ഇത് മാറ്റാൻ ഗുണം ചെയ്യും, എല്ലാം നമ്മൾ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ലോകത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പലയിടങ്ങളിലും ഇത് നടപ്പാക്കി വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ടും പ്രാകൃത കാര്യങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഇപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല, വസ്ത്രധാരണത്തിന്റെ പേര് കുറഞ്ഞും മാത്രം ഇവർക്ക് തടി ഊരാൻ കഴിയില്ല. കൃത്യമായ തെളിവുകൾ കൂടി പറഞ്ഞ ഒരു തുറന്ന സംവാദം നടത്തിയിട്ട് അതിനുശേഷം ഇവർക്ക് എന്തെങ്കിലും പ്രതികരിക്കാമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഇത് ശരത്ത് ആരോടാണ് പറയുന്നത്, തുറന്ന സംവാദം എന്നുള്ളതാണ് ആ പോയിന്റ് കിടക്കുന്നത്. ശരത്ത് ആദ്യം പറഞ്ഞത് ജനാധിപത്യപരമായ ഒരു വേദിയായിരിക്കണം, സുംബയെ അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നവർ വേണം എന്നാണ്. ഇവർ എന്നാണ് സർ ജനാധിപത്യത്തിനോട് കൂറു പുലർത്തിയിട്ടുള്ളത്? ഇവരെവിടെയാണ് ജനാധിപത്യ വേദികൾ തുറന്നിട്ടുള്ളത്? ഇവർ പറഞ്ഞത് സംവാദം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തന്നെ ആളുകൾ വന്ന് നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ധൈഷണിക സംഭാഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയാനുള്ള, ഒരാൾ സംസാരിക്കുന്നത് ഇത് സാംസ്കാരിക അടിച്ചേൽപ്പിക്കലാണെന്ന് ഒരാൾ പറയുമ്പോൾ സുംബയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചായിരിക്കും മറ്റൊരാൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വേദികളെല്ലാം തന്നെ ഇവർക്ക് പറയാനുള്ള റേഡിയോ പ്രസംഗങ്ങൾ മാത്രമാണ്. റേഡിയോയുടെ പ്രധാന പ്രത്യേകത തിരിച്ച് നമ്മൾക്കൊന്നും പറയില്ല, കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ജനാധിപത്യ വേദി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ പറയുന്നത് സാംസ്കാരിക കേരളം, പ്രത്യേകിച്ച് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഒന്നടങ്കം ഇത്തരത്തിലുള്ള വിപത്തുകളെ, അതായത് ഇത്തരത്തിലുള്ള, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കുറച്ചുകൂടി ഓർത്തഡോക്സ് ചിന്താഗതിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളൊരു പൊതുവിൽ വെപ്പുണ്ട്. ആ വെപ്പിനെ മാറ്റിമറിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. നിങ്ങൾ കുറച്ചുകൂടി സമൂഹത്തോട് ഇടപഴകിയാണ് ജീവിക്കുന്നതെന്നും നിങ്ങൾ സെക്കുലർ സ്പേസിലുള്ള ആളുകളാണെന്നും ഒക്കെ തുറന്ന് സമൂഹത്തോട് കാണിച്ചു കൊടുക്കാൻ ഈ അവസരത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാടിനൊപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നാകെ ഇറങ്ങി നിൽക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന, കൺസർവേറ്റീവായി ചിന്തിക്കുന്ന ഇങ്ങനെയുള്ള മൗലിക പുരോഹിത വർഗത്തിന് ഒരു തിരിച്ചടി കിട്ടുകയുള്ളൂ. അത് ഇവരുടെ ആ സമുദായത്തിൽ തന്നെ തുടങ്ങണം എന്നാണ് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ശരത്, ഇവർ സാംസ്കാരിക അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം എന്താണ് സംസ്കാരം എന്നുള്ളതാണ്. പലയിടങ്ങളിൽ നിന്നായി നമ്മൾ സ്വരൂപിച്ചെടുത്ത ശരിതെറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള, അതിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട് വന്നിട്ടുള്ള, പണ്ട് രാജാക്കന്മാരുടെ സമയത്തെ മൊറാലിറ്റിയാണോ ഇപ്പോൾ ഉള്ളത്? ജാതി വ്യവസ്ഥ അത്രയും ഭീകരമായി നിൽക്കുന്ന എസ്റ്റാബ്ലിഷ് ആയി നിന്നൊരു സിറ്റുവേഷൻ ആണോ ഇപ്പോൾ ഉള്ളത്? അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും അടിയന്തരാവസ്ഥ ഘട്ടത്തിലെ സംസ്കാരമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, നമ്മളൊരു പരിഷ്കരിക്കപ്പെടുന്ന, നിരന്തരമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന, കൂടുതൽ ആധുനികമാകുന്ന സമൂഹത്തിലാണ്. അവിടെ ആൺ പെൺ വ്യത്യാസങ്ങൾ നോക്കൂ. ഞാനൊരു പെണ്ണാണ്, ശരത്ത് ഒരു പുരുഷനാണ്. നമ്മൾ തമ്മിലുള്ള ബയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടെങ്കിലും അവിടെ ആ ഡിഫറൻസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനും ശരത്തും ഈ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ തുല്യരാണെന്ന് പറയുന്നതാണ് ജനാധിപത്യം അല്ലെങ്കിൽ ആധുനികത എന്ന് പറയുന്നത്. അതുപോലും അഡ്രസ്സ് ചെയ്യാൻ, മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ശരത്ത്, എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കുട്ടികളെ നോക്കിയാണ് ഇവർ ആഭാസത്തരവും അഴിഞ്ഞാട്ടം എന്നും പറയുന്നത്. എനിക്ക് എൻ്റെ അനുജത്തിമാരോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയൊക്കെ പ്രായം വരേണ്ടുന്ന ചെറിയ മക്കളെ നോക്കി നിർത്തിക്കൊണ്ട് പറയുകയാണ് അവർ കളിക്കുന്ന സുംബ കാണുമ്പോൾ അഴിഞ്ഞാട്ടമാണെന്ന്. എന്തൊരു ടോക്സിക് ആയ ഒരു ചിന്താഗതിയാണത്. എത്ര വിഷലിപ്തമായാണ് അവർ ചിന്തിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ നൃത്തം ചെയ്യുന്ന സമയത്ത് അതിൽ വരെ ലൈംഗികത കടന്നെത്തി, അല്ലെങ്കിൽ അതിൽ കൂടെ മാത്രം നോക്കുക. എല്ലാവരും സുംബ കളിക്കാനുള്ള വസ്ത്രങ്ങൾ എല്ലാവരും ഇറുകിപ്പിടിച്ച, അല്ലെങ്കിൽ ഇനി ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഇത് ആരാണ് തീരുമാനിക്കുന്നത് ശരത്? അതായത് ഇവർ പറയുന്നത് ഒന്നെങ്കിൽ പർദ്ദ അല്ലെങ്കിൽ ബിക്കിനിവാദമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഈ രണ്ട് എക്സ്ട്രീമുകളല്ലാതെ ഇതിൽ നടുക്കും മനുഷ്യന്മാർക്ക് ഇടാനുള്ള ചുരിദാറും പാൻറ്റും ഷർട്ടും ഇടാനുള്ള സാരിയും ഒക്കെ ഉണ്ട് സർ.
അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് ഈ ധൈഷ്ണിക അല്ലെങ്കിൽ ഈ കൂട്ടത്തോട് എനിക്ക് പറയാനുള്ളത്. ഇത് ഏതായാലും നേരത്തെ പറഞ്ഞത് പാശ്ചാത്യ സംസ്കാരം നമ്മളിവിടെ ആവർത്തിക്കണം. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ പറയാം, ഇവിടെ ചോറ് ഇവിടെയും കൂറ് താലിബാന്റെ അധീനതയുള്ളവിടെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കേരളത്തിൽ തന്നെ നമ്മൾ വളർന്നു വന്ന ഒരു സമൂഹമുണ്ട്, അതിനകത്ത് ഒരു സാഹചര്യമുണ്ട്, ആ ഒരു രീതികളുണ്ട്. അതിനകത്ത് എവിടെയും നമ്മൾ എന്താണ് ആൺപെൺകുട്ടികൾ ഒരുമിച്ചാണ് കളിച്ച് വളർന്നത്, അതിനകത്ത് ഒരു പ്രശ്നവും കണ്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമോ വേർതിരിവല്ല. സ്കൂളുകളിലായപ്പോഴും എനിക്ക് അത്രയും എൻ്റെ കൂടെ ഞാൻ കൊച്ചിലെ മുതൽ പഠിച്ചപ്പോൾ പോലും മുസ്ലിം കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് ആ സമയത്ത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? വേറെ ഒന്നും ചിന്തിക്കില്ല. നാളെ നമ്മുടെ നാട്ടിലൊന്നും ഈ തട്ടമില്ലായിരുന്നു. മലബാർ പ്രദേശത്തുള്ള പഴയ ഫോട്ടോ എടുത്ത് നിങ്ങൾ നോക്കൂ, തട്ടമിടുന്ന സ്ത്രീകളില്ല. അവർക്ക് എന്തെങ്കിലും വലത്തോട് മുണ്ടെടുക്കുക ഇടത്തോട് മുണ്ടെടുക്കുക. അവരെ സംബന്ധിച്ച് അവർക്ക് മാറ്റം അനിവാര്യമാണ്. അന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത് ഇറാനിൽ എത്രയോ പേര് അതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നു, എത്രയോ സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുന്നു. അവർ പുരോഗമനവാദികളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അവരെയൊക്കെ അടിച്ചമർത്താൻ നോക്കിയിട്ടും കൊന്നു തള്ളിയിട്ടും എന്തുകൊണ്ടാണ് അവർ തീയായിട്ട് എഴുന്നേറ്റ് വരുന്നത്? ഈ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അടിച്ചേൽപ്പിച്ചതാണ് ഇത്. അപ്പൊ സാംസ്കാരിക അടിച്ചേൽപ്പിക്കലാണെങ്കിൽ ആരാണത് അടിച്ചേൽപ്പിക്കുന്നത്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇറാൻ എന്ന് പറഞ്ഞ നമ്മൾ ആ ഒരു രാജ്യത്ത് നോക്കുക, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അവർക്ക് പോലും പറ്റാത്ത രീതിയിലുള്ള ഫാഷൻ ഡിസൈൻ, അങ്ങനെ ഒരു വലിയൊരു സമൂഹമാണ്. അതാണ് പറയുക, ഈ ഖൊമൈനിയുടെ വരവിന് ശേഷം 70-80 ശേഷം മാറിയ ഒരു ഇറാൻ, ആ ഒരു മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഉണ്ടായ ഒരു ഇറാൻ, നമ്മൾ അതിനെ കണ്ട് നമ്മൾ ഒരിക്കലും ആകരുത് എന്ന് ചിന്തിച്ചവരാണ്. അതാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. അതൊക്കെ ശരിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം മതമൗലികവാദികൾ ഈ ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ ഇസ്ലാം കമ്മ്യൂണിറ്റിയെ മാത്രം പറയുന്നില്ല, അവിടെ ഇപ്പം നേരത്തെ വിചാര കേന്ദ്രം അടക്കമുള്ള ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം കൂടെയാണ് നമ്മളെ ഇങ്ങനെ എന്ത് പറയാനാണ്, അതിലേതാണ് ശരി തെറ്റുകൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ വളരുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകണം, നമ്മുടെ കുട്ടികൾക്ക് പ്രായമായില്ലെങ്കിൽ ആ വീട്ടുകാർ തീരുമാനിക്കും അവർ വേണമോ വേണ്ടയോ എന്ന്. അല്ലാണ്ട് ഇത് നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കിയ കാര്യം, PT പീരീഡ് കയറി വരുന്ന കണക്ക് ടീച്ചർമാർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ശാപത്തോടെ നമ്മൾ വരവേൽക്കുകയുള്ളൂ. അതുപോലെയാണ് ഇനിയുള്ള കാലത്ത് അങ്ങനെയല്ല. നമുക്ക് വിദ്യാഭ്യാസം പോലെ തന്നെ കായിക വിദ്യാഭ്യാസവും വേണം. നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുന്നത്, മാനസികമായിട്ട് ഉള്ള പോലെ തന്നെ കായികപരമായിട്ടും ഇതുപോലെ എക്സസൈസുകൾ കിട്ടിയാൽ മാത്രമേ അത് നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പുരോഗമന ചിന്താഗതി തന്നെ വേണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഒളിച്ചോടി പോവുക, ഈ ഒരു രീതിയിലേക്ക് പോവാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പാശ്ചാത്യത്തിൽ അടിച്ചേൽപ്പിക്കലിനകത്ത് എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞ ചർച്ച എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ചില കർമ്മം നടത്താറുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. അടിച്ചേൽപ്പിക്കലല്ലേ? ആ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടീനെ ചിലകർമ്മം നടത്തുന്നത് അടിച്ചേൽപ്പിക്കലാണ്. ആ കുട്ടിയോട് സമ്മതം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. മതവിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്നത് അത് ആ കുട്ടിയോട് ചോദിച്ചിട്ടാണോ? അല്ല, ഇതൊക്കെ അടിച്ചേൽപ്പിക്കലാണ്. അപ്പോൾ അടിച്ചേൽപ്പിക്കലിൻ്റെ വലിയ രാഷ്ട്രീയവശമൊന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ താലിബാനിസ്റ്റുകളൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഇതിൽ സംസ്ഥാന സർക്കാരിനെ എന്തായാലും നിലവിൽ ഈ നിമിഷം വരെയും നിലപാട് മാറ്റാത്തത് നാളെ ഇനി എന്താകുമെന്ന് അറിയില്ല. കാരണം സെക്സ് എഡ്യൂക്കേഷൻ വന്നപ്പോഴും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോഴും ഒക്കെ നിലപാട് മാറ്റിയവരായിരുന്നു. അതുകൊണ്ട് അത് മാറ്റുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഈ നിമിഷം വരെയും സംസ്ഥാന സർക്കാരിൻ്റെ ഉറച്ച നിലപാടിനെ നമുക്ക് എന്തായാലും പിന്തുണയ്ക്കേണ്ടത്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഇപ്പം അധികം ആസന്നമാകാത്ത സാഹചര്യത്തിലായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. ഇനി അത് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മലക്കമറച്ചിലൊക്കെ ഉണ്ടായാണ്. എന്നാലും നമ്മൾ വീണ്ടും ഓർക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതായത് പലസ്തീന്റെ ജനതയെ ഓർത്തും അല്ലെങ്കിൽ മറ്റേ ഇറാന്റെ പീഡിത ജനതയെ കുറിച്ചും പറയുന്ന മുഖ്യമന്ത്രി, സ്വന്തം നാട്ടിലൊരു പ്രശ്നം വന്നിട്ട് ഇതുവരെയും വാതുറക്കാത്ത മുഖ്യമന്ത്രിയുടെ അവസ്ഥയെ കൂടെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.